1000 രൂപയ്ക്ക് താഴെ ഏറ്റവും പുതുതായിട്ട് ഇറങ്ങിയ നല്ലൊരു ഇയർഫോൺ, അതാണ് മിവിയുടെ DouPods D3. ഈ വില വെച്ച് നോക്കുമ്പോൾ ഈ സാധനം കൊള്ളാം. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കാം. സെയിം മിവി സ്റ്റൈലുള്ള ബോക്സ് തന്നെയാണ്. ബോക്സിനുള്ളിലായിട്ട് ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, വാറണ്ടി രജിസ്ട്രേഷൻ കാർഡ്, സിലിക്കൺ ജെൽ ടിപ്സ്, ചാർജിങ് കേബിൾ, ചാർജിങ് കേസ്, പിന്നെ മിവി DouPod D3. ഇത്രയും സാധനങ്ങളാണ് ലഭിക്കുക. ഈ കാണുന്ന രൂപത്തിൽ ഡ്യുവൽ ടോണിന്റെ ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സ്ഥിരം കാണുന്ന ഡിസൈനൊക്കെ തന്നെയാണ്. പിന്നെ ഈ ചാർജിങ് കേസ് ഫുള്ളി മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. കൊള്ളാം. ഈ കേസ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ വലിയ ആക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ബട്ട് ഇത് അടച്ച് നിൽക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ലൂസായി പോരും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്നത് കൊബാൾട്ട് ബ്ലാക്ക് എന്നുള്ള കളറാണ്. മറ്റു കളേഴ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. കേസിന്റെ ഫ്രണ്ടിൽ തന്നെ ബാറ്ററി പെർസെൻറ്റേജ് അറിയാനുള്ള LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇയർബഡ്സ് ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. വലിയൊരു പ്രശ്നമൊന്നും അല്ല എങ്കിലും പറഞ്ഞു എന്നുള്ളൂ. ഇയർബഡ്സും മാറ്റ് ഫിനിഷിലാണ്. മാത്രമല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെവിയിലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് 5.3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണക്ടിവിറ്റി ഒക്കെ നല്ല ഫാസ്റ്റ് ആണ്. കൺട്രോളിംഗ് എല്ലാം ടച്ച് ആണ്. പ്ലേ, പൗസ്, കോൾ ആൻസറിങ് ഇതെല്ലാം ചെയ്യാം. പിന്നെ ഇതിൽ വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ടാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞുകൊണ്ട് ഹാൻഡ് ഫ്രീ ആയിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പിന്നെ പല ബഡ്ജറ്റ് ഇയർഫോൺ എമൗണ്ട് ഒക്കെ കുറവായിരിക്കും, പക്ഷേ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ആവാറില്ല. പക്ഷേ ഇതിൻ്റെ കേസിൽ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ആകുന്നുണ്ട്. ടച്ച് റെസ്പോൺസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ ടാപ്പ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റാണ്. IPX4 വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വിയർപ്പ് വെള്ളമൊന്നും ആയി കഴിഞ്ഞാലൊന്നും ഇഷ്യൂ ഇല്ല. ഓക്കെ, ഇനി സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 30mm ഡൈനാമിക് ഡ്രൈവേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 30mm എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അത്യാവശ്യം ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്. ബാസ്, ട്രബിള്, വോക്കൽസ് എല്ലാം ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം ലെവലൊക്കെ കൊള്ളാം. ഇതിൽ അഡീഷണൽ ആയിട്ട് നോയിസ് ക്യാൻസലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിലും നമ്മൾ വെക്കുമ്പോൾ അത്യാവശ്യം പുറത്തുള്ള നോയിസ് ഒക്കെ ഇത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇതിൽ ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് മോഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കുന്ന സമയത്ത് ലോ ലേറ്റൻസിയിൽ കേൾക്കാം. ജസ്റ്റ് റൈറ്റ് ഇയർബഡിൽ ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ ഗെയിമിംഗ് മോഡിലേക്ക് ചേഞ്ച് ആവും. അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് മോഡിലേക്കും ചേഞ്ച് ആവും. ഇതിൽ ഡ്യുവൽ മൈക്ക് ENC കൊടുത്തിട്ടുണ്ട്. അത് കൂടുതലായിട്ടൊക്കെ കോൾ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ കേൾക്കാൻ ഈ ഒരു സംഭവം സഹായിക്കും. ടോട്ടൽ 50 hours പ്ലേ ടൈമും സിംഗിൾ ചാർജിൽ ബഡ്സിൽ മാത്രമായിട്ട് 8.5 hours പ്ലേ ടൈമും കിട്ടുമെന്നാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അത്രയൊന്നും കിട്ടില്ലെങ്കിലും അതിനടുത്തൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട ബാറ്ററി ബാക്കപ്പ് ഇത് തരുന്നുണ്ട്. ഇതിൽ നമ്മൾ 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 500 മിനിറ്റ് പ്ലേ ടൈം കിട്ടുന്ന ഒരു ഓപ്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നൈസ്. ഇതിനും Type C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ മിവിയുടെ എല്ലാ പ്രോഡക്റ്റും ഇപ്പോൾ ഇന്ത്യയിലാണ് മെയ്ഡ് ചെയ്യുന്നത്. 1 year ലിമിറ്റഡ് വാറണ്ടിയാണ് കമ്പനി ഇതിന് നൽകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു 1000 രൂപയിൽ താഴെ വരുന്ന ഈ ഒരു ഇയർഫോണിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനുള്ളത് ഉണ്ടോ, ആ ഒരു പ്രൈസിനൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് ആയിട്ടുള്ള പ്രൈസും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. Thank you for watching. Bye bye.